മുഹമ്മദ് റിയാസിനെ വിമർശിച്ച പി.വി. അൻവർ. PM മുഹമ്മദ് റിയാസിന്റെ വികസന നേട്ടങ്ങളെ ചോദ്യം ചെയ്ത പി.വി. അൻവർ. ബേപ്പൂർ മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയിലെ തകർച്ച ചൂണ്ടിക്കാണിച്ചാണ് പി.വി. അൻവറിന്റെ വിമർശനം. വികസനം നടന്നുവെന്ന് അവകാശപ്പെടുന്ന ബേപ്പൂരിൽ സാധാരണക്കാർക്ക് സ്വർണമോ പണമോ പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്ത് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഉള്ളതെന്നും പി.വി. അൻവർ പറഞ്ഞു. റിയാസ് ചീപ്പ് പൊളിറ്റിക്സ് കളിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന താലൂക്ക് ആശുപത്രിയാണ് ഫറോക്കിലേത്. ഗൈനക്കോളജി, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുകളും ബ്ലഡ് ബാങ്കുമില്ല. 6 മാസം മുമ്പ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ 3 നില കെട്ടിടം തുറന്നു നൽകിയിട്ടില്ല. 2 വർഷം മുമ്പ് അപകടത്തിൽപ്പെട്ട ആംബുലൻസ് ഇതുവരെ നന്നാക്കിയില്ല. പാലത്തിന് പെയിന്റ് അടിച്ചും ബലൂൺ പറപ്പിച്ചും റീൽസ് എടുക്കുന്നതല്ല വികസനം. 45 വർഷം ഇടതുപക്ഷ MLA മാർ ഉണ്ടായിട്ടും ബേപ്പൂർ മണ്ഡലത്തിൽ ഒരു സർക്കാർ കോളേജ് തുടങ്ങാൻ സാധിച്ചില്ലെന്നും അൻവർ ചൂണ്ടിക്കാണിച്ചു. രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചു. കുടുംബസംഗമത്തിന് താൻ റിയാസിനെ കണ്ടപ്പോൾ എടുത്ത ദൃശ്യങ്ങൾ റീൽസായി പ്രചരിപ്പിച്ചു. എന്തുകൊണ്ടാണ് റിയാസ് നിയമസഭയിൽ പോകാത്തത്? തനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്താൻ 100 ചെറുപ്പക്കാർക്ക് റിയാസ് തൊഴിൽ നൽകി. അതുവഴിയെങ്കിലും ചെറുപ്പക്കാരായ 100 പേർക്ക് മാസം 15,000 രൂപ ലഭിക്കട്ടെ എന്നും അൻവർ പറഞ്ഞു. 25 വർഷങ്ങളായി കാന്തപുരം ഉസ്താദിനെ താൻ കാണുന്നു. ഇപ്പോൾ ഓടിപ്പോയി കാണേണ്ട സാഹചര്യമില്ല. പക്ഷേ റിയാസിന് ഉസ്താദിനെ പോയി കാണേണ്ടി വന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുറുകുന്നതിനിടെ മന്ത്രി PM മുഹമ്മദ് റിയാസ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണ തേടിയിരുന്നു. കാരന്തൂർ മർക്കസിലെത്തിയാണ് മന്ത്രി കാന്തപുരത്തെ കണ്ടത്. ബേപ്പൂരിൽ പി.വി. അൻവർ പ്രചാരണം ശക്തമാക്കിയതോടെ മുഹമ്മദ് റിയാസും കളം നിറയുകയാണ്. ഇടതുകോട്ട ഇളക്കാൻ പി.വി. അൻവറിനെ കാലേകൂട്ടി കളത്തിലിറക്കുകയാണ് UDF. KPCC പ്രസിഡന്റ് പ്രഖ്യാപനം പ്രചരണത്തിന് ആക്കം കൂട്ടി. ഇതോടെ അൻവറിന് ഒഴുമുഴ മുന്നേ എന്ന കണക്കിൽ മന്ത്രി മുഹമ്മദ് റിയാസും മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്.